ഫാഷൻ ഡിസൈനിങ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എവിടുന്നാണ് വരുന്നത്, ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ ആണോ അതല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം അവിടെ പഠിച്ചിരുന്ന കുട്ടികളെയൊക്കെ പ്ലേസ്ഡ് ആണോ, അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സ്. നമ്മൾ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിലബസ് അങ്ങ് പഠിച്ചിട്ട് വരികയല്ല. നിങ്ങളുടെ ഒരു ടാലൻറ്റിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ നോക്കണം. വുമൻസ് അക്കാദമീനെ സംബന്ധിച്ച് നമുക്ക് കേരള ഗവൺമെൻറ്, കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ. നമുക്ക് കിട്ടുന്നത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. നമുക്ക് ഈവൻ ഒരു ലോൺ എടുക്കണമെങ്കിൽ പോലും, ഒരു ഓൺടർപ്രണർ ആവണം, നിങ്ങൾക്ക് ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ്. വുമൻസ് അക്കാദമിയിലെ സ്റ്റുഡൻസൊക്കെ തന്നെ നമ്മൾ